തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട പോളിംഗ് പുരോഗമിക്കുന്നു. 7 ജില്ലകളിലായി 604 സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. 6 മണിക്കൂർ പിന്നിടുമ്പോൾ പോളിംഗ് 45% കടന്നു. മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ പോളിംഗ്, തൊട്ടുപിന്നിൽ പാലക്കാടാണ്. കണ്ണൂരിൽ മന്ദഗതിയിലാണ് പോളിംഗ്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം കണ്ണൂരിലേക്ക് മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, കണ്ണൂരിൽ അത്ര വലിയ നല്ല നിലയല്ല പോളിംഗ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മന്ദഗതിയിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത് എന്നറിയാൻ കഴിയുന്നുണ്ട്. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? രോഹിണി, താരതമ്യേന ഭേദപ്പെട്ട രീതിയിൽ പോളിംഗ് പുരോഗമിക്കുന്നു എന്ന് വേണം എടുത്തു പറയാൻ. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നേരിയ വ്യത്യാസം മാത്രമേ ഈ ഒരു സമയത്തും കൂടി ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ ഈ 1 മണിക്ക് ഏറ്റവും ഒടുവിലായി വന്ന കണക്കുകൾ പ്രകാരം 43.63% കണ്ണൂരിലെ പോളിംഗ് ഇപ്പോൾ നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിവിധ പഞ്ചായത്തുകളിലും കോർപ്പറേഷനിലും ഒക്കെ തന്നെ ഇതേ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ പോളിംഗ് മുന്നോട്ട് പോകുന്നത്. അതായത് 1 മണി ആയപ്പോഴേക്കും 43%. ഇതൊരു 70%-ത്തിലേക്കെങ്കിലും എത്തുമോ എന്നൊരു സംശയമാണ് ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്നത്. അതേസമയം മുൻകാലങ്ങളെ അപേക്ഷിച്ച് അക്രമ സംഭവങ്ങൾ കുറഞ്ഞിരിക്കുന്നു. അതായത് സെൻസിറ്റീവ് ബൂത്തുകൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലം കണ്ണൂരാണെന്ന് നമുക്കറിയാം. എന്നിട്ട് പോലും വലിയ അക്രമ സംഭവങ്ങൾ ഇത്തവണ റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമാണ് സ്വാഭാവികമായും കണ്ണൂരിൽ ഈ അക്രമ സംഭവങ്ങളൊക്കെ മുൻകാലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അതിലും പോലീസും മറ്റ് സംവിധാനങ്ങളൊക്കെ വലിയ ജാഗ്രതയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിനിടയിൽ തന്നെ കണ്ണൂർ ജില്ലയിലെ പ്രമുഖരായ ആളുകളൊക്കെ തന്നെ, നേതാക്കന്മാരൊക്കെ, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖരായ നേതാക്കന്മാരൊക്കെ തന്നെ രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ തളാപ്പ് മിക്സഡ് UP സ്കൂളിലാണ്. ഈ വാർഡ്, ഇത് ടെമ്പിൾ വാർഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ടെമ്പിൾ വാർഡിൽ കനത്ത മത്സരം തന്നെയാണ് ക്കുന്നത്. കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായി BJP 2ാം സ്ഥാനത്ത് ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ട് ഒരു സ്ഥലം കൂടിയാണ് കണ്ണൂർ ടെമ്പിൾ ഡിവിഷൻ എന്ന് പറയുന്നത്. ഇത്തവണ കടുത്ത മത്സരം തന്നെയാണ്. കോൺഗ്രസും BJPയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന എന്നൊരു പ്രത്യേകത കൂടി ഈ ടെമ്പിൾ ഡിവിഷനെ സംബന്ധിച്ച് ഉണ്ട്. കണ്ണൂർ ഡിവിഷനിൽ കണ്ണൂർ കോർപ്പറേഷൻ ഡിവിഷനിൽ മാത്രം ഏതാണ്ട് 13ഓളം ഡിവിഷനുകളിൽ ശക്തമായ ത്രികോണ മത്സരം തന്നെ നടക്കുന്നു എന്നതിൻ്റെ ഒരു നേർസാക്ഷ്യം തന്നെയാണ് ഈ ഒരു പോളിംഗ് ബൂത്ത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാലും കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് പോളിംഗ് ഇപ്പോൾ നേരത്തെ രോഹിണി പറഞ്ഞ പോലെ തന്നെ മന്ദഗതിയിലാണ്. പക്ഷേ അത് ഭേദപ്പെട്ട രീതിയിൽ പുരോഗമിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ മലയോര മേഖലയിൽ പോളിംഗ് താരതമ്യേന കുറവാണ്. ഈ നഗരപ്രദേശങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന കുറവാണുള്ളത്. കാരണം ഈ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ പ്രദേശങ്ങളിൽ ഏതാണ്ട് 39% ആയപ്പോഴേക്കും നഗരപ്രദേശങ്ങളിൽ അത് 43%-ത്തിലേക്ക് പോളിംഗ് ഉയരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്കൊരു വ്യക്തമായ ചിത്രം കിട്ടും എത്ര ശതമാനം ഇത് പോളിംഗ് ഉണ്ടായിരിക്കുമെന്നതിനെ സംബന്ധിച്ചൊരു സംശയം. അത് 70%-ത്തിലേക്ക് എത്തുമോ എന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് താരതമ്യേന പോളിംഗ് ശതമാനം കുറവാണ് എന്ന് തന്നെ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് പറയേണ്ടിയിരിക്കുന്നു രോഹിണി. അതെ, ശരി മിഥുൻ. എന്തായാലും ഉച്ചയോട് അടുക്കുമ്പോൾ 7 ജില്ലകളിലായി 604 സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിൽ 45%-ത്തിലേക്ക് പോളിംഗ് കടന്നിരിക്കുന്നു. കോഴിക്കോട് നിന്ന് അനഘ ചേരുന്നുണ്ട്. അനഘ, കോഴിക്കോട് അതിശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് ഇത്തവണ നടക്കുന്നത്. NDA ശുഭ പ്രതീക്ഷയിൽ തന്നെയാണ്. ഇടത് ഭരണം തുടരുമെന്നുള്ള പ്രതീക്ഷയിൽ LDF നീങ്ങുമ്പോൾ അവർ NDA ചൂണ്ടിക്കാട്ടിയ നിരവധി അഴിമതികൾ ഉണ്ട്, പ്രാദേശിക വിഷയങ്ങളുണ്ട്. അവയൊക്കെ ഫലം ചെയ്യുമെന്ന് തന്നെയാണോ കരുതേണ്ടത്? തീർച്ചയായും രോഹിണി, ഈ ഉച്ചയോടടുക്കുന്ന സമയത്ത് കോഴിക്കോട് പോളിംഗ് ശതമാനം ഏകദേശം 50%-ത്തിലേക്ക് പോളിംഗ് അടുക്കുകയാണ് എന്നുള്ളതാണ്. ഈ തലശ്ശേരി, താമരശ്ശേരി, അതുപോലെ മുക്കം, കട്ടിപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ, മലയോര മേഖലകളിലൊക്കെ തന്നെ ശക്തമായ പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോഴിക്കോട് പ്രധാനമായും 7 നഗരസഭകളാണ് ഉള്ളത്. ഈ നഗരസഭകളിൽ ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. രാമനാട്ടുകരയിൽ 51% കടന്ന് പോളിംഗ് ഉയരുന്ന സാഹചര്യം ഉണ്ട്. മറ്റൊന്ന്, കോഴിക്കോട് കോർപ്പറേഷനിൽ 25% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കോഴിക്കോട്ടെ വിവിധ ഇടങ്ങളിൽ രാവിലെ മുതൽ തന്നെ പോളിംഗ് വലിയ രീതിയിൽ ആളുകൾ വോട്ട് രേഖപ്പെടുത്താൻ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും അത് തുടരുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന പോളിംഗ് സ്റ്റേഷനിലേക്ക് രാവിലെയൊക്കെ തന്നെ വലിയ നല്ല തിരക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉച്ച 1 മണിയാണ്, ഭക്ഷണം കഴിക്കാനുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല പോളിംഗ് സ്റ്റേഷനുകളിൽ ഒരു തിരക്ക് അല്പം കുറവുണ്ട് എന്നുള്ളതാണ്. എന്നാലും മറ്റ് പല പോളിംഗ് സ്റ്റേഷനുകളിലും രാവിലത്തെ അപേക്ഷിച്ച് തിരക്ക് കൂടുന്നുണ്ട് എന്നുള്ളതാണ്.
മാത്രമല്ല അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിൽ ഈ കോഴിക്കോടിന്റെ സാഹചര്യം അനുസരിച്ച് ജമാഅത്തെ ഇസ്ലാമി SDPI വിഷയം അത് തന്നെയാണ് ഈ അവസാന നിമിഷവും കോഴിക്കോട് ചർച്ചയാകുന്നത് എന്നുള്ളതാണ്. കോഴിക്കോട് ജില്ലയിൽ ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് 76 ഡിവിഷനാണ് കോഴിക്കോട് കോർപ്പറേഷനുള്ളത്. ആ ഡിവിഷനിലേക്ക് തന്നെ 7 ഇടങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്തുണ്ട്. ആ ഇടങ്ങളിലൊക്കെ തന്നെ BJP ഒന്നാം സ്ഥാനത്ത് വന്ന ഇടങ്ങളിലൊക്കെ തന്നെ ഇത്തവണ ആ ഇടം നിലനിർത്തുക തുടങ്ങിയതിലേക്കാണ് BJPയുടെ പ്രവർത്തനം മുന്നോട്ട് പോയിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ സമയം 1 മണിയോട് അടുക്കുന്ന സാഹചര്യത്തിലും എല്ലാ പോളിംഗ് സ്റ്റേഷനുകളും വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് രോഹിണി. ശരി, കോഴിക്കോട് നിന്നുള്ള വിവരങ്ങളാണ് അനഘ പങ്കുവച്ചത്. ഇനി നമുക്ക് നേരെ പാലക്കാടേക്ക് പോകാം. പാലക്കാട് നിന്ന് അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, വളരെ ആവേശകരമായ ഒരു പോളിംഗ് തന്നെയാണ് പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ എത്ര ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഏറ്റവും അവസാനത്തെ കണക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്നത്, അതായത് 1 മണി വരെയുള്ള പോളിംഗ് ശതമാനം എന്നുള്ളത് 50.05% എന്നുള്ളതാണ്. ഏതായാലും മികച്ച പോളിംഗ് തന്നെയാണ് പാലക്കാട് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ഇത് എത്ര ശതമാനം വരെ ഉയരും എന്നുള്ളതാണ് അറിയേണ്ടതായിട്ടുള്ളത്. കഴിഞ്ഞ 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ശതമാനം നമ്മൾ പരിശോധിക്കുമ്പോൾ അന്ന് 78.14% ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ ഉച്ചവരെ തന്നെ 50% എത്തിയിരിക്കുന്നു. അപ്പോൾ ആ 78 എന്നുള്ള റെക്കോർഡ് മറികടന്ന് അത് ഒരു 80% വരെയൊക്കെ എത്തുമോ ഇല്ല 75, 78 എന്ന തരത്തിൽ കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ 78 വരെയാണോ ഉണ്ടാവുക, അതിൽ കുറയുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഒരു സ്ഥിതി തന്നെയാണുള്ളത്. ഏതായാലും പാലക്കാട് വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഇത്രയും സമയത്ത് പുറത്തു വന്നിട്ടുള്ള പോളിംഗ് ശതമാനം വ്യക്തമാക്കുന്നതെന്നുള്ളതാണ്. ശരി, പാലക്കാട് നിന്നുള്ള വിവരങ്ങളാണ് അരുൺ പങ്കുവച്ചത്. നമുക്കിനി മലപ്പുറത്ത് ശിവദാസിലേക്ക് പോകാം. ശിവദാസ്, മലപ്പുറത്ത് 50% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. നല്ല മികച്ച പോളിംഗ് തന്നെയാണ് അവിടെയും. അവിടെ നിന്നുള്ള വിവരങ്ങൾ കൂടി. രാവിലെ മുതൽ തന്നെ മികച്ച പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ബൂത്തിലും ഇത്തരത്തിൽ കൃത്യമായി തന്നെ വലിയ ഒരു നീണ്ട നിര നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇപ്പോൾ ഉച്ച ആയതോടുകൂടി ആളുകൾ അല്പം കുറവാണ്. പക്ഷേ രാവിലെ മുതൽ തന്നെ 7 മണിക്ക് തന്നെ കൃത്യമായി തന്നെ പോളിംഗ് ഓരോ ബൂത്തിലും കൃത്യമായി രേഖപ്പെടുത്താൻ തുടങ്ങിയിരുന്നു. അതിൻ്റെ കൃത്യമായി പ്രത്യേകിച്ച് മലപ്പുറത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ നമുക്കറിയാം. ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് മലപ്പുറം ജില്ലയിൽ ഉടനീളം നടക്കുന്നത്. അതിൻ്റെ കൃത്യമായ അല്ലിയൊലികൾ നമുക്ക് ഓരോ ബൂത്തിലും കാണാൻ കഴിഞ്ഞിരുന്നു. ചില ഇടങ്ങളിൽ വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായിരുന്നെങ്കിൽ അത് അരമണിക്കൂറിനുള്ളിൽ തന്നെ അത് കൃത്യമായി തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ചിലയിടത്ത് നിലമ്പൂർ പോലുള്ള ചില മേഖലയിൽ മാത്രം അല്പം താമസിച്ചിരുന്നു. ചെറിയൊരു രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതൊഴിച്ചാൽ നിലവിൽ സമാധാനപരമായ പോളിംഗ് തന്നെയാണ് എല്ലാ ഇടങ്ങളിലും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ വളവന്നൂർ ഗ്രാമപഞ്ചായത്തിലെ കന്മനം GLP സ്കൂളിലാണ്. ഇപ്പോൾ ഉച്ച സമയത്ത് മാത്രമാണ് ഇവിടെ അല്പം തിരക്കുള്ളത്. പോളിംഗിന് അല്പം ആളുകൾ കുറവുള്ളത്. ഇതുവരെ വലിയ രീതിയിലുള്ള നീണ്ട നിര തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ കാരണം സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ, വൃദ്ധരായ ആളുകൾ അടക്കം നിരവധി ആളുകൾ ഇവിടെ പോളിംഗ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എത്തിയിരുന്നു. ഇപ്പോഴും അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഉച്ച സമയത്ത് മാത്രമാണ് ഇപ്പോൾ നിലവിൽ തന്നെ 50% കൂടുതൽ പോളിംഗ് ഇവിടെ ഈ മലപ്പുറം ജില്ലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കൃത്യമായ ഒരു രാഷ്ട്രീയ ചൂട് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. കാരണം മുൻപ് ഒരു ഏകപക്ഷീയമായിരുന്നെങ്കിൽ ഇപ്പോൾ കൃത്യമായ ഒരു പ്രധാന എല്ലാ ഇടത് മുന്നണിയാണെങ്കിലും വലത് മുന്നണിയാണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും എല്ലാം തന്നെ ശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടം. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് മുന്നിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിന് മുൻപ് നടക്കുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എല്ലാ മുന്നണികൾക്കും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇവിടെ ഒരു രാഷ്ട്രീയ പോരാട്ടം എത്രത്തോളം ശക്തമാണ് ഈ രാഷ്ട്രീയ പോരാട്ടം? ഇവിടെ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല പോരാട്ടം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പ്രധാനമായും വികസനം തന്നെയല്ലേ ഒരു? അതെ 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 വികസനം തന്നെയാണ് ചർച്ച. കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ നാട്ടിൽ വികസനം ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതിന് ജനങ്ങളൊരു മറുപടി നൽകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്തൊക്കെ പ്രധാനമായും പ്രശ്നങ്ങളാണ് ഈ ഒരു വാർഡ് അഭിമുഖീകരിക്കുന്നത്? ഈ വാർഡിൽ പ്രധാനമായിട്ടും റോഡ്, കുടിവെള്ളം, അതുപോലെ പിന്നെ തെരുവ് വിളക്കുകൾ എന്നീ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്.
ജില്ലയിൽ മൊത്തത്തിൽ ഇങ്ങനെ ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത് അല്ലേ? നേരത്തെ ഒരു മുസ്ലിം ലീഗിനൊക്കെ ആധിപത്യം ഉള്ള ഒരു ജില്ലയായിരുന്നു, അത് മാറി പൊതുവേ ഒരു 3 മുന്നണികൾക്കും ശക്തമായ ഒരു വേരോട്ടമുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശക്തമായ ഒരു പോരാട്ടം തന്നെ നടക്കുന്നുണ്ട്. അതെ അതെ, അതായത് 3 മുന്നണികൾക്കില്ലെങ്കിലും LDF-നും UDF-നും ശക്തമായ വേരോട്ടം. താനൂരൊക്കെ BJP ഒരു പ്രതിപക്ഷ പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. അതെ, താനൂരൊന്നും എനിക്ക് വല്ലാണ്ട് അറിയില്ല. നമ്മുടെ ഈ ഭാഗത്ത് BJPക്ക് വലിയൊരു ഇല്ലെങ്കിലും LDF-ഉം UDF-ഉം ശക്തമായ പോരാട്ടമാണ്. ഇങ്ങനെ ഈ മലപ്പുറം ജില്ലയിൽ മൊത്തത്തിൽ ഇത്തരത്തിൽ ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് കൃത്യമായി നടക്കുന്നത്. പല ഇടങ്ങളിലും കരുത്തുറ്റ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. അതിൻ്റെ എല്ലാം തന്നെ ദൃശ്യങ്ങളാണ് നമ്മൾ രാവിലെ മുതൽ കണ്ടത്. വലിയൊരു നീണ്ട ക്യൂ പല ഇടങ്ങളിലും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അല്പം കുറവാണെങ്കിൽ പോലും ഉച്ചയ്ക്ക് ശേഷം അത് വർദ്ധിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉച്ചയുടെ ആലസ്യം ആണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ ഇനിയും പോളിംഗ് വർദ്ധിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 50% കൂടുതൽ പോളിംഗ് ഇതുവരെ മലപ്പുറം ജില്ലയിൽ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. രോഹിണി, ശരി, നമുക്ക് ഇനി വയനാട്ടിൽ നിന്ന് അർജുൻ ചേരുന്നുണ്ട്. അർജുൻ, അവിടെ എത്ര ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഉച്ച സമയമാണല്ലോ ഇപ്പോൾ. എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം? തിരക്ക് അല്പം ഒന്ന് കുറവാണോ? ഇനി ഉച്ചയ്ക്ക് ശേഷമായിരിക്കുമോ കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തുക? ഇപ്പോൾ വയനാട്ടിലെ പോളിംഗ് 50% കടന്നിട്ടുണ്ട്. 50.8% പോളിംഗ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ കനത്ത ചൂടിനെയും വകവെച്ചുകൊണ്ടാണ് വയനാട്ടിൽ കനത്ത പോളിംഗ് ഇപ്പോൾ നടക്കുന്നത്. രാവിലെയും ഇത്തരത്തിൽ തന്നെ വലിയ തണുപ്പൊക്കെ ആയിരുന്നു. പക്ഷെ അതിനെയൊക്കെ വകവെക്കാതെയാണ് ജനങ്ങൾ ഇത്തരത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത് ചൂരൽമല മുണ്ടക്കൈ വാർഡിലായിരുന്നു. ഇവിടെ വലിയ രീതിയിലുള്ള ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ബസ്സുകളിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ബസ്സുകളിലാണ് ആളുകളെ അവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ അവിടെ കാണുമ്പോൾ വികാരനിർഭരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്കവിടെ കാണുവാൻ സാധിച്ചിരുന്നത്. അതായത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഓരോരുത്തരും തമ്മിൽ കണ്ടുമുട്ടുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് ഇപ്പോഴാണ് പരസ്പരം പലരും കണ്ടുമുട്ടുന്നത്. അതായത് പലരും ഇല്ല, തങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നു. അത്തരത്തിൽ ഉള്ളവരാകട്ടെ അങ്ങിങ്ങ് കിടക്കുകയാണ്. അവരാണ് ഇപ്പോൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ വൈകാരിക നിമിഷങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അത്തരത്തിൽ മനസ്സിനെയൊക്കെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള, നമ്മളെയൊക്കെ കണ്ണിന് ഈർന്നണിയിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ഈ പോളിംഗ് ബൂത്തിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിച്ചത്. ഒരുപക്ഷെ ആ തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് ഉറ്റവരെയും ഉടയവരെയും കാണുവാൻ കഴിയുക, തങ്ങളുടെ സുഹൃത്തുക്കളെ കാണാൻ കഴിയുക എന്നുള്ളതായിരിക്കും അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള വിഷമം ഉള്ളിലൊതുക്കിക്കൊണ്ട് ജനാധിപത്യ പ്രക്രിയയിൽ അംഗങ്ങളാകുവാൻ അവർ എത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടവും അത് മാത്രമല്ല ഈ ഒരു പഞ്ചായത്ത് ഭരണകൂടവും അതുപോലെ തന്നെ ഈ ഇലക്ഷൻ ഓഫീസേഴ്സും അടക്കം അവരെ പൂക്കൾ നൽകിക്കൊണ്ടാണ് അവരെ വരവേറ്റത്. അത്തരത്തിൽ വികാരനിർഭരമായ കാഴ്ചയാണ് നമുക്ക് ചൂരൽമലയിൽ കാണുവാൻ സാധിക്കുന്നത്. ഈ ചൂരൽമല നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയും ടൗൺഷിപ്പ് പദ്ധതി ഇതുവരെയും പൂർത്തിയായിട്ടില്ല. വീടുകളുടെ പണി ഇതുവരെയും പൂർത്തിയായിട്ടില്ല. ഏകദേശം 1 വർഷം കൊണ്ട് തീർക്കുമെന്നുള്ള പണിയാണ് ഇതുവരെയും തീർക്കാതെ നിൽക്കുന്നത്. മാത്രമല്ല പലർക്കും ഇപ്പോഴും തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകളുണ്ട്, പലർക്കും തൊഴിൽ ലഭിച്ചിട്ടില്ല. ഇതൊക്കെ വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. LDF-നെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ പല ആശങ്കകളും വയനാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചൂരൽമല ഒരു വിഷയമാണെങ്കിൽ മറ്റൊരു വിഷയം വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യമാണ്. ഓരോ വർഷവും ഓരോരുത്തർ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കടുവ പിടിക്കുന്നു, ആനയുടെ ചവിട്ടേറ്റ് പലരും മരിക്കുന്നു. ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിലൊക്കെ കടന്നു പോകുമ്പോൾ LDF-ഉം UDF-ഉം വലിയ ആശങ്കയിലാണുള്ളത്. അപ്പോൾ NDA-യുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് ഇത്തവണ നമുക്ക് കാണുവാൻ സാധിച്ചത്. അതായത് പ്രചാരണത്തിലടക്കം മുൻതൂക്കം നേടിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രചാരണമാണ് NDA ഈ ഒരു വയനാട്ടിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ പൂതാടി അടക്കമുള്ള പഞ്ചായത്ത്, പൂതാടി അതുപോലെ തന്നെ പുൽപ്പള്ളി മേഖലകൾ, അതുപോലെ തന്നെ തൊണ്ടർനാട് എന്നീ പഞ്ചായത്തുകളടക്കം BJP ഉന്നം വെക്കുന്നുണ്ട്. ശരി, വയനാട് നിന്ന് അർജുനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വോട്ടെടുപ്പ് ആരംഭിച്ച് 6 മണിക്കൂർ പിന്നിടുമ്പോൾ 7 ജില്ലകളിലും ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്.